നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. ഓ വെൽക്കം. വൈ ഹേ എന്തോ സാർ? എന്തുണ്ട് ഹേ ഹേ? നല്ല വിശേഷം. ഇന്ന് സർവാഭരണ വിഭൂഷിതയായിട്ടാണല്ലോ. ഒരു ഉഗ്ര സൗന്ദര്യം കേട്ടോ. മീനൂട്ടി ഇതെന്താണ് സെറ്റ് സാരി. പക്ഷെ നല്ല ചന്തമുണ്ട്. ഇത്രയും നേരം ഞാൻ മിണ്ടാതെ ഇവിടെ ഇരിക്കുക. എന്റെ അടുത്ത് ഒരു നോട്ടമോ ഞാൻ നോക്കി. ഒരു ചിരിയോ ഒന്നുമില്ല. വിഷമമുണ്ട്. ഹായ് എം ജി സാറേ. കണ്ടോ വെറും എല്ലാം കഴിഞ്ഞ് എം ജി സാറ് ഡ്രസ്സിന് നല്ല രസമുണ്ട്. ഇത് സീസൺ 1. ഇത് കാണുന്ന ഓഡിയൻസ് എനിക്ക് ഇനി കുറെ മെസ്സേജ് വരും. ഇത് കൊറേ കാലമായിട്ട്, ഒരു വർഷമായിട്ട് ഞാൻ ഇടാറില്ല. കാരണം ഈ ബുന്നിയുണ്ട്. ബുന്നി പറഞ്ഞു, ചേട്ടൻ്റെ ഈ ഷർട്ട് ഇട്ടിട്ട് ആൾക്കാര് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഊരി വെച്ചതാണ്. ബുന്നി ഇന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇട്ട് കാണിച്ച. ഇനി ലേഖ ചേച്ചിയോട് പറയണം, ചേച്ചി ഈ ഷർട്ട് എടുത്ത് ആർക്കും കൊടുക്കും, അല്ലെ കീറി കളയാം. പക്ഷെ മോളെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. രസമുണ്ട്. എന്താണ് ആ പാട്ടും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഏത് പാട്ടാ? കല്യാണ മോതിരം കൈമാറും നേരം. ഓ കുഴപ്പമില്ല, ഇതിട്ടോണ്ട് മാറാം. കുഴപ്പമില്ലേ മീനുട്ടി? ഇതല്ലേ എനിക്കറിഞ്ഞൂടാ. എൻഗേജ്മെന്റിനല്ലേ? അല്ലല്ല, താലി കെട്ടുന്ന കല്യാണ മോതിരം കാര്യം. ഈ കുഞ്ഞിനെ ഒരു മോതിരം എടുത്ത് കൊണ്ട് കൊടുക്കാമല്ലോ. കൊടുക്കാല്ലോ. മീനുട്ടിക്ക് അറിയാം, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് അങ്ങനെ അറിയത്തില്ല. എൻഗേജ്മെന്റ് ഇങ്ങനത്തെ ഇടാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ്. അല്ല ഹലോ, ഇപ്പൊ ഇങ്ങനൊന്നും ആലോചിക്കണ്ട. അല്ല വേണ്ട, ഒരു ആ മുഖത്തൊരു തെളിച്ച വെറുതെ ഇരുന്ന ഞാനാ. ശരി, ഞാൻ ആലോചിക്കുന്നില്ല. എനിക്കിതൊക്കെ മോതിരം അതല്ല, സെറ്റ് സാരി ഇഷ്ടമാന്നാ ഞാൻ പറഞ്ഞത്. മീനുട്ടി, ഒരു നിമിഷം മീനുട്ടിയുടെ കല്യാണം ഞങ്ങളുടെ മനസ്സിലേക്കൂടെ ഓടിപ്പോയി. ഓ എനിക്ക് വയ്യ. സാരല്ല, പിന്നെ മീനുട്ടി സെറ്റൊക്കെ എടുത്ത് വലിയ ജിമുക്ക നല്ലായിരിക്കും, നല്ല സുന്ദരിയായിരിക്കും. ഓ ഞങ്ങളെയൊക്കെ വിളിക്കില്ലേ? എന്നെയൊക്കെ വിളിക്കില്ലേ? അതെന്നാ പിന്നെ അങ്ങനെ ചോദിച്ചു, എനിക്ക് വിഷമത്തില്ല. രജനീകാന്തോ വല്ലവരും വിളിച്ച് ഒരു ഹീറോയിനായിട്ട് പടം ഹിറ്റായി കഴിഞ്ഞാൽ ചോദിക്കും, ഏത് ബിന്നി? അതാരാ? എം ജി എന്താ കൊഞ്ചം പാട്ടുകളെല്ലാം മലയാളത്തിലെ പാടിയിരിക്കും അവരാ. ഞാൻ ഓർക്കുന്നു. മോളെ നമുക്ക് പാടാം. ഡീറ്റെയിൽസ് പറയൂ. പാടിയത് പി ലീലാമ്മ. അങ്ങനെയായിരുന്നു. പിന്നെ മ്യൂസിക് കെ രാഘവൻ മാഷ്. പിന്നെ എഴുതിയത് പി ഭാസ്കരൻ മാഷ്. സിനിമ ആദ്യ കമലം അല്ല, ആദ്യ കിരണം. ആദ്യ കിരണങ്ങൾ എന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കിരണങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ മൂന്നാമത്തെ കിരണമാണെ പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല. 100ാമത്തെ ആണെ പ്രശ്നമുണ്ടോ? നമുക്ക് പാട്ട് കേട്ടാൽ മതി. ഓക്കെ.